നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് ചോദിച്ച് വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നവരുടെ കടുത്ത അനാസ്ഥയിൽ വീർപ്പുമുട്ടി ജീവിതം തള്ളി നീക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ചേലക്കരയിൽ. കളപ്പാറ വാര്യത്തുകുന്ന് കോളനിയിൽ നിന്നും PV സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റൈറ്റ് ഷെൻ ബിഗ് സ്റ്റോറി. ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ നോക്കിയാൽ കാലം കഴിയുന്തോറും ഒരു വികസനം വരുന്നില്ല, പുതിയ വീടുകൾ വരുന്നില്ല, റോഡുകൾ വരുന്നില്ല, തോട് നിർമ്മാണം. ഒറ്റക്കെട്ടായിട്ടാ നിൽക്കുന്നത്. വോട്ട് ചോദിച്ചിട്ട് ഒരാൾ ഈ കോളനിക്ക് വരില്ല. ഇവരുടെ ഇവിടുത്തെ തോടിന്റെ അവിടുന്ന് ഫുള്ളായിട്ട് ഇടിഞ്ഞിട്ട് ഇവര് കാലൊക്കെ കൊടുത്തിട്ട് ആ വീട് നിർത്തിയിരിക്കണത്. എന്നിട്ട് അവര് ഇന്ന വരെ ഒരു അന്വേഷണവും ഇല്ല, ഒന്നും കെട്ടിത്തരൂല്ല. അത് കെട്ടി തന്നിട്ട് ഞങ്ങൾ തെങ്ങാട്ട് കയറി വല്ലത് മെട്ടിണ്ടാക്കി ഞങ്ങൾ ഒരാളെ വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കും. അത് ഇത്രയ്ക്കും ഗതികെട്ട കോളനി എവിടെയുള്ളത്? എവിടെയും കാണാൻ പറ്റില്ല. വർഷം കഴിയുന്തോറും വികസനം മുരടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചേലക്കര, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വാര്യത്തുകുന്ന് കോളനി, കളപ്പാറ പ്രദേശത്താണ്. ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ നോക്കിയാൽ കാലം കഴിയുന്തോറും ഒരു വികസനം വരുന്നില്ല, പുതിയ വീടുകൾ വരുന്നില്ല, റോഡുകൾ വരുന്നില്ല, തോട് നിർമ്മാണം അടക്കം വീടിന് അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് തോട് കിടക്കുന്നു, തോട് ഇടിഞ്ഞു വീണ് കിടക്കുന്നു. മഴക്കാലത്ത് വലിയ ദുരിതമാണ് ഈ പ്രദേശവാസികൾക്ക്. ഇവർ ആ ദുരിതം ഇപ്പോഴും ഇരട്ടിയാവുകയല്ലാതെ വാര്യത്തുകുന്ന് കോളനിക്കാർക്ക് വികസനം അന്യമാണ്. ഈ കോളനിവാസികൾ തന്നെ, പ്രദേശവാസികൾ തന്നെ നമ്മളോട് ഈ വിഷയം പ്രതികരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കോളനി? ചിലർക്ക് വീട് കിട്ടിയിട്ടുണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ കടലാസോള് കൊടുത്തിട്ടുണ്ട്, ഒരാൾക്ക് വീടിനുള്ള കാശും 3ാം ഗഡും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ആൾക്കാർക്കൊന്നും ഇതുവരെ ആയിട്ട് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇതിനായിട്ട് പഞ്ചായത്തിക്ക് നടക്കുക എന്നല്ലാതെ യാതൊരു പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ താമസിക്കുന്നത്? ഒരു 10-20 കുടുംബത്തോളം ഉണ്ട്. 4-5 വീട് വലിയ ദുരിതത്തെ തന്നെ. ഞങ്ങളുടെ വീട് ഫുള്ളായിട്ട് പൊളിഞ്ഞു ചാടിയതിന് ശേഷമാണ് ഞങ്ങൾ തൊട്ടടുത്ത വീടിക്ക്. അത് ഇതേപോലെ തന്നെയാണ് അവസ്ഥ. അതും അതെ, എപ്പോഴാ വീഴാന്ന് പറഞ്ഞിട്ട് മേൽക്കൂരയ്ക്ക് മാത്രമേ കുഴപ്പമില്ലാത്തുള്ളൂ, ചുമരിനൊക്കെ കേടനെയാണ്. ഇന്നിപ്പോ എപ്പോഴും ഞങ്ങൾ മാറേണ്ടി പറഞ്ഞിട്ടായിരിക്കണം. വാടകയ്ക്ക് പോകാനൊന്നും ഞങ്ങളെ കൂട്ടിയാൽ കൂടില്ല. കാരണം 5000-6000 രൂപ വെച്ചിട്ട് ഞങ്ങൾ ഈ സാധാരണക്കാർക്ക് ഇത്രയ്ക്കും വിലയൊന്നും ഞങ്ങൾക്ക് മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇവരുടെ ഇവിടുത്തെ തോടിന്റെ അവിടുന്ന് ഫുള്ളായിട്ട് ഇടിഞ്ഞിട്ട് ഇവര് കാലൊക്കെ കൊടുത്തിട്ട് ആ വീട് നിർത്തിയിരിക്കണത്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ആരും ഒന്നും വരണ്ട, ഞങ്ങൾ വന്ന് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടാ പോയത്. ഇനിയിപ്പോ ഞങ്ങൾ അതിൽ ആ മുട്ട് കൊടുത്ത വീടിന് ഞങ്ങളിപ്പോ അപേക്ഷ കൊടുത്തിട്ട് എന്ത് കാര്യമുണ്ട് അവിടെ കെട്ടാതെ? അവര് വന്ന് കെട്ടിത്തരാന്ന് പറഞ്ഞ നിങ്ങൾ ഒന്നും അറിയണ്ട പറഞ്ഞാണ്. ഞാനും എന്റെ അനിയത്തിയും. അനിയത്തിയുടെ പേരിലാണ് ആ വീട്. ശാന്ത, കണ്ണു കാണില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നാ പറയണത്? ഇതിന് വലിച്ചിട്ട് ഞാൻ എവിടേക്കാ പോവുക? ഈ ആണ്ടിൽ മഴ വന്നാ പോകും. നിങ്ങൾ വന്ന് നോക്ക്, വീണ് കിടക്കണ വന്ന് നോക്ക്. ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു വീടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വോട്ട് ചെയ്യാൻ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ആയതിനു ശേഷം മാത്രമേ ഇനി ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവുള്ളൂ. അത് ഉറപ്പാ. ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാ നിൽക്കുന്നത്. വോട്ട് ചോദിച്ചിട്ട് ഒരാൾ ഈ കോളനിക്ക് വരില്ല. ഏതെങ്കിലും വീട്ടിൽ പോയി താമസിച്ചോളം പറഞ്ഞത് അവര് അന്ന്. എന്നിട്ട് അവര് ഇന്ന വരെ ഒരു അന്വേഷണവും ഇല്ല, ഒന്നും കെട്ടിത്തരൂല്ല. അത് കെട്ടി തന്നിട്ട് ഞങ്ങൾ ഈ തെങ്ങാട്ട് കയറി വല്ലത് മെട്ടിണ്ടാക്കി ഞങ്ങൾ ഒരാളെ വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കും. അതൊന്ന് കെട്ടി തന്ന ഞങ്ങളെ കൊണ്ട് പറ്റും അത് കെട്ടാൻ. ഈ ഒരു പ്രാവശ്യത്തെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോളനിന്റെ പകുതി വീടും പൂന്നുള്ള കാര്യം ഉറപ്പാ. വെള്ളത്തിൽ തന്നെ പോകും. ഒരു വണ്ടി അടക്കം ഇപ്പൊ ഇത് കൂടെ വരാൻ പറ്റില്ല ഈ ഒരു ചാലുകാരൻ. അങ്ങനെ മുട്ടുകൊട്ട നിർത്തിയായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കണത്. അങ്ങനെ വന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് അവര് പോയതാണ്. പിന്നെ വിദ്യാർത്ഥിയൊന്നും കൂടി അവർ സാറുമാർ വന്ന് കണ്ടിട്ട് പോയതാണ്. എന്നിട്ട് അന്ന് ഞങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞതാണ്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയില്ല. ഇറങ്ങിയിട്ട് എവിടേക്ക് പോണ ഈ കണ്ണ് കാണാത്തതിന് വലിച്ചിട്ട്? അത് ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു.
ഇപ്പോൾ അത് കെട്ടിത്തരേണ്ട വഴിയില്ലേ. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചത് ഞാൻ വീടിനെഴുതിന് എങ്ങനെ അവിടെ വീട് എഴുതി കയറ്റും? വന്ന് നോക്കിക്കോളും. ഞാൻ നോണ പറയുകയാണെങ്കിൽ എന്തൊക്കെ അറിയാം. ഒരാൾ വോട്ടിനായിട്ട് ഇങ്ങോട്ട് വരില്ല. വോട്ടിനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോവുന്നേ രക്ഷയുള്ളൂ. ഈ ഭാഗത്തുനിന്ന് ഒരാൾ വോട്ട് ചെയ്യാനായിട്ട് പോകും. അതായത് ഇത്രയ്ക്കും ഗതികെട്ട കോളനി എവിടെയുള്ളത്? എവിടെയും കാണാൻ പറ്റില്ല. ചിലവര് ഞങ്ങളിനി അവിടുന്ന് അതോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ ടാർപ്പായിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നിരിക്കേണ്ട ഗതികേടാ. പിന്നെ എന്തിനാ ഞങ്ങൾ മാറിയത്? ഞങ്ങൾക്ക് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. പഞ്ചായത്തുകാരന് അവരെന്നെ തീരുമാനിക്കണം എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അവരെ 2 കൊല്ലത്തിന് ശേഷം ഈ സമയം വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ ഞങ്ങൾ പോയി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് കഴിഞ്ഞാൽ ശരിയാവും പറഞ്ഞിട്ടാണ് വിടണത്. അവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇത്രയ്ക്കും കാലം ഇരുന്നു. വേറെ എവിടേക്കെങ്കിലും ഇപ്പൊ 2 കൊല്ലമായി ആ ന്യൂസ് കൊടുത്തിട്ട്. ഈ 2 കൊല്ലം വരെ ഞങ്ങൾ വേറെ എവിടേക്ക് ഈ സാധാരണക്കാര് ഇത്രയ്ക്കും പൈസ കൊടുത്തിട്ട് എവിടേക്കാ വാടകയ്ക്ക് പോവുക? എന്താ ചെയ്യുക? ഞങ്ങള് വീട് ഫുള്ളായിട്ട് പൊളിയും ചെയ്തു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കലും എല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാം പൊളിയ കാരണം ഞങ്ങൾ ഇപ്പൊ തന്നെ പുറത്ത് അടുപ്പ് കൂട്ടി വെക്കുക ചെയ്യണത്. ഇനി മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉള്ളിക്ക് ആക്കേണ്ടി വരും. ഉള്ളിക്ക് ആക്കി കഴിഞ്ഞാൽ തന്നെ ആ വീടും അതെ ചുമരൊക്കെ വീണ്ടും പൊളിഞ്ഞിട്ടായിരിക്കണത്. അതിൻ്റെ ഉള്ളിൽ കിടക്കാനും ഞങ്ങൾക്ക് അധികം വിശ്വാസമൊന്നുമില്ല. അതും അതെ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തറയുടെ ഉള്ളിൽ കൂടെ ഒക്കെ തന്നെ വെള്ളം ഇതാവണത്. ഞങ്ങൾ പിന്നെ ചാല് കീറി വിട്ടിട്ടൊക്കെ വെള്ളം തിരിച്ച് വിടുക ചെയ്യണം. വീടും വീണ് എല്ലാം വീണ് ഞങ്ങൾ ഇനി എവിടേക്കാ പോകേണ്ടതെന്നുള്ളൊരു ഇത്. ഈ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീടും പോവും. ഇവിടെ ഓരോരോ ഭാഗത്തുള്ളവരുടെ വീടും പോവും. എല്ലാവരും ഓരോരോ താങ്ങും മുട്ട് നിർത്തിയിരിക്കണമെന്ന് മാത്രം. ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ നോക്കിയാൽ കാലം കഴിയുന്തോറും ഒരു വികസനം വരുന്നില്ല. പുതിയ വീടുകൾ വരുന്നില്ല, റോഡുകൾ വരുന്നില്ല, തോട് നിർമ്മാണം. ഒറ്റക്കെട്ടായിട്ടാ നിൽക്കുന്നത്. വോട്ട് ചോദിച്ചിട്ട് ഒരാൾ ഈ കോളനിക്ക് വരില്ല. ഇവരുടെ ഇവിടുത്തെ തോടിന്റെ അവിടുന്ന് ഫുള്ളായിട്ട് ഇടിഞ്ഞിട്ട് ഇവര് കാലൊക്കെ കൊടുത്തിട്ട് ആ വീട് നിർത്തിയിരിക്കണത്. എന്നിട്ട് അവർ ഇന്ന വരെ ഒരു അന്വേഷണവും ഇല്ല, അതൊന്നും കെട്ടിത്തരൂല്ല. അത് കെട്ടി തന്നിട്ട് ഞങ്ങൾ തെങ്ങാലത്ത് കയറി വല്ലതും വെട്ടിണ്ടാക്കി ഞങ്ങൾ ചാള വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കും. അതായത് ഇത്രയ്ക്കും ഗതികെട്ട കോളനി എവിടെയുള്ളത്? എവിടെയും കാണാൻ പറ്റില്ല.